Hello, welcome to my channel. In the oscillations in the second part video I upload. Okay. In second part we are going to discuss about damped harmonic motion. നേരത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസും എല്ലാം ആയിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് damped harmonic motion. We are going to discuss today damped harmonic motion. Okay. So in the starting simple harmonic motion, we discussed about the simple harmonic motion related to a force that was restoring force. Restoring force ne base ചെയ്തായിരുന്നു SHM ൽ നമ്മൾ പറഞ്ഞത്. ഇനി damped harmonic motion എന്ന് പറയുന്നത് as the name itself damped അല്ലേ ഡാംപ് ചെയ്യുക അല്ലെങ്കിൽ എന്തോ ഒന്ന് അവിടെ എഫക്റ്റ് ഉണ്ടായി അല്ലേ അപ്പോൾ along with this restoring force നമ്മൾ ആ സിമ്പിൾ പെൻഡുലത്തിനെ തന്നെ മനസ്സിലാലോചിക്കുക. Along with this restoring force, there is an influence of another force here. Okay, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And this is an essay topic for is engineering physics A and B. രണ്ട് കൂട്ടർക്കും എക്കും ബിക്കാർക്കും ഉള്ള ടോപ്പിക്കാണ് ഓസിലേഷൻസ് എന്ന ചാപ്റ്റർ. ഞാൻ നേരത്തെ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് is an important essay part. Okay. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് damped harmonic motion the differential equation. Before differential equation we have to discuss the force equation, and after this force equation we are going to discuss differential equation and its solution. Okay, we are going to derive these topics. ഇതെല്ലാം differential equation derive ചെയ്യുന്നത് എങ്ങനെ അതേപോലെ അതിന്റെ solution. ഈ solution derive ചെയ്ത് വരുന്നത് there are 3 cases related to solution, and ആ cases നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. Okay, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ഒരു എസ്സേ പാർട്ടായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഓസിലേഷൻസിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റീസെൻ്റ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ്റെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. If you like this video, please like, share, comment and subscribe. So I'm going to continue damped harmonic motion. ഇവിടെ നമുക്ക് ഒരു പിക്ചർ കാണാം അല്ലേ. ഫിഗർ 6 എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസ് എ കണ്ടിന്യൂവേഷൻ ഫ്രം ദ പ്രീവിയസ് വീഡിയോ. ഞാനിതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വർക്കായിട്ട് ചെയ്തതുകൊണ്ട് ആണ് ഫിഗർ 6 എന്ന് നടക്കുന്നത്. പാർട്ട് 1 ബാക്കി ഫിഗേഴ്സ് ഉണ്ട് സിമ്പിൾ ഹാർമോണിക്കിൻ്റെ റിലേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഗർ കാണിച്ചിരിക്കുന്നതിൽ 2 സ്പ്രിങ് വേർട്ടിക്കലായിട്ട് അവർ മൂവ് ചെയ്യുന്നുണ്ടല്ലേ. യു ക്യാൻ സീ എ ബ്ലാക്ക് ബ്ലോക്ക് ആൻഡ് എ ബ്ലൂ ബ്ലോക്ക്, റൈറ്റ്? ആൻഡ് ദിസ് ബ്ലാക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ. നേരെ മറിച്ച് ബ്ലൂവിനെ നോക്കിക്കേ, it is moving upward and downward, but at a particular time it stops. Gradually stops, faster alla compared to that black block. Blue block എന്ന് പറയുന്നത് കുറച്ച് സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദ ബ്ലാക്ക് ലൈൻ ഷോയിങ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. -2 +2 ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ലെവൽ അല്ലെങ്കിൽ ഈക്വൽ ഹൈറ്റ് നിങ്ങൾക്ക് ആ ഗ്രാഫിൽ കാണാം. Whereas in blue line you can see that is starting from 2 and is gradually decreasing. Compared to that of black line, you can see that blue line is gradually decreasing. ഒരു സ്റ്റാർട്ടിംഗ് ഒരു ഹയർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിലും their oscillation is decreasing. So this is what we are going to study. What is a damped harmonic oscillator? That means അവിടെ ഒരു damping effect, oscillation ഒരു damping ഉണ്ടാകുന്നു. Okay, and we can see that definition here: a harmonic oscillator in which oscillations are damped on account of resistive force, or we can say damping force, with its amplitude progressively decreasing to 0. This is called a damped harmonic oscillator. എന്താണ് DHO അല്ലെങ്കിൽ damped harmonic oscillator എന്ന് പറയുന്നത്? Oscillator, harmonic oscillator in which oscillations are damped on account of resistive force.
അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ആ ഓസിലേഷനെ ഏതോ ഒരു ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് പ്രോഗ്രസീവ്ലി ഡിക്രീസിങ് ടു 0. ദാറ്റ്സ് വൈ ആ ബ്ലൂ ലൈൻ നിങ്ങൾക്ക് കാണാം ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് 0യുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്, ഈ ആക്സിസിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഇവിടെ ബ്ലൂ ബ്ലോക്കും ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അവിടെ സ്റ്റേബിൾ ആവുന്നത്. Okay, so this is what damped harmonic oscillator means. That means in a simple harmonic motion, this simple harmonic motion oscillation is working due to restoring force, whereas in damped harmonic oscillator, along with this restoring force, there will be the presence of a new force, that is resistive force. Okay. In a damped harmonic oscillator, along with the restoring force, a damping force may also act. A damping force is resistive force. For small velocities, the damping force is proportional to minus velocity. That is, F is proportional to minus V. Or we can say F is proportional to minus dx by dt. V in a displacement related express ചെയ്യുന്നതാണ് dx by first order derivative of displacement. അല്ലേ? അപ്പോൾ F is proportional to minus dx by dt ആണ് damped harmonic oscillatorന്റെ കേസിൽ വരുമ്പോൾ. Now we are going to write the force equation. Let's see how we can write the force equation. That is, restoring force is represented as minus Cx, where C is the force constant. Damping force എന്ന് പറയുന്നത് minus gamma dx by dt, where gamma is the damping coefficient. പുതിയ ആളാണത്. ഗാമ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ റിമൂവ് ചെയ്യാനായിട്ട്, അല്ലേ? എഫിനെ ഈക്വൽ ടു മൈനസ് വി എന്ന് പറഞ്ഞതിന് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയ ഒരു കോൺസ്റ്റന്റ് ആണ് ഗാമ. ആ ഗാമയ്ക്ക് ഒരു പേരുണ്ട്. എന്താണ്? ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ. So therefore the total force acting on this system will be, or this oscillator, damped harmonic oscillator, the total force acting will be F is equal to minus Cx minus gamma dx by dt. Now F എന്ന് പറയുന്നത് എന്താണ്? According to Newton's second law, we know that F is equal to ma, അല്ലേ? m into a, where acceleration, when we represent it in terms of displacement, how can we write? d square x by dt square, അല്ലേ? അപ്പോൾ m a ക്ക് പകരം I can write m into d square x by dt square is equal to minus cx minus gamma dx by dt. ഈ minus cx എന്ന് പറയുന്നത് it represents the restoring force, and minus gamma dx by dt represents the damping force or resistive force. This bolded equation, that is the equation 1, represents the force equation of damped harmonic oscillator. അപ്പോൾ നിങ്ങളോട് force equation ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? m into d square x by dt square is equal to minus cx minus gamma dx by dt. Okay. Now from this force equation I am going to write the differential equation. As we already studied about simple harmonic motion, its differential equation നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ you will get an idea how to determine or how to find this differential equation for damped harmonic oscillator. SHMന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഓർമ്മയിലുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഈ ഫോഴ്സ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് തനിയെ ക്ലിക്കാവും. എങ്ങനെ ചെയ്യാം? m into d square x by dt square is equal to minus cx minus gamma dx by dt. ഈ ടേംസിനെ എല്ലാത്തിനെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഡിവൈഡ് whole terms by m, and on rearranging you will get differential equation of damped harmonic oscillator. Let's see. m into d square x by dt square plus gamma dx by dt plus cx is equal to 0. അല്ലേ? റൈറ്റ് സൈഡിൽ കിടന്നവരെ എല്ലാവരെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ടേം എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് ആ എമ്മിനെ വെച്ച് ഞാൻ ഹോൾ ടേംസ് ഡിവൈഡ് ചെയ്യുന്നു. d square x by dt square plus gamma by m dx by dt plus c by m into x is equal to 0. Put it as equation number 2. Now I can substitute terms for this gamma by m and c by m. C by m I have already substituted earlier for SHM. That is what? Omega 0 square. അല്ലേ? Omega 0 എന്ന് പറയുന്ന root of c by m. Omega 0 square എന്ന് പറയുന്നത് it is c by m. So instead of c by m I can write omega 0 square. ഇനി ഗാമ ബൈ എം എന്ന് പറയുന്നത് ഒരു പുതിയ ആളാണ്, ദാറ്റ് ഈസ് 2k.
where gamma is the damping coefficient, m is the mass, and k is the damping constant. ഇതുകൊണ്ടാണ് SHM പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു F is equal to minus Cx എന്നാണ് നമ്മൾ ഇത്തവണ എടുക്കുന്നത് Kx എന്നല്ല എന്ന്. കാരണം ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ഒരു K എന്ന ഫാക്ടർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഗാമ ബൈ എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 2K. Now why this 2 is written here? രണ്ട് സൈഡിലെയും ഇൻഫ്ലുവൻസ് ഡാമ്പിംഗ് എഫക്റ്റിൻ്റെത് നമുക്ക് ഒരു ബോബ് സിമ്പിൾ പെൻഡുലം ആലോചിക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും A to B and B to A രണ്ട് ഏരിയയിലേക്കാണ് നമുക്ക് അതിന് ഇൻഫ്ലുവൻസ് വരുന്നത്. ഒരു ഫുൾ ഓസിലേഷൻ എന്ന് പറയുന്നത് A to B and B to A അല്ലേ? അതുകൊണ്ടാണ് ആ ഒരു രണ്ടിൻ്റെ എഫക്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗാമ ബൈ എം ഡാമ്പിംഗ് എഫക്റ്റ് ഓൺ ഐദർ സൈഡ്. So that's why it shows 2K. Now omega 0 is the natural angular frequency and K is the damping constant. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ ടേംസിനെ I can substitute in equation 2. So my next step is d square x by dt square plus 2k dx by dt plus omega 0 square x is equal to 0. Put it as equation number 3 where K is called the damping constant and omega 0 is the natural angular frequency of the free oscillator in the absence of damping. ശ്രദ്ധിക്കുക, ഒമേഗ 0 എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഉണ്ടാവാത്ത സമയത്ത് നടന്ന ആംഗുലാർ ഫ്രീക്വൻസിയാണ്, അതായത് നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി SHMൽ വെച്ച് നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസിയാണത്. ഓക്കെ, ദാറ്റ് ഈസ് ദ നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസി ഇൻ ഫ്രീ ഓസിലേറ്റർ. അതിൻ്റെ ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ട്. So this equation 3 is the differential equation of DHO or damped harmonic oscillator. I hope it's clear. Okay, അടുത്തത് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. ഇതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ളതാണ് ഇനി അടുത്തൊരു വലിയ സ്റ്റെപ്പ്. അതിന് നമ്മൾ ആദ്യം എക്സിന് നമുക്കറിയാം ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായാലും എക്സുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത് അല്ലേ? ഡി സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ ആണ്, dx by dt ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം എക്സിനൊരു വാല്യൂ കൊടുക്കുന്നു, നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുന്നു, ദാറ്റ് ഈസ് a into e raised to alpha t. These are all oscillatory motion and harmonic oscillations ആണ് അല്ലേ? ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി ഓഫ് സൈൻ ഫംഗ്ഷൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ. അത് ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് വി ആർ കൺസിഡറിങ് ആസ് എ ജനറൽ ടേം ആസ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് വേണം, പിന്നെ സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷനിലുള്ള ടേംസ് വേണം. അപ്പോൾ സൈൻ ഓർ കൊസൈൻ ടേംസിനുള്ള പകരമാണ് ഇവിടെ ഇ റേസ് ടു ആൽഫ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, so x is equal to a e raised to alpha t, where alpha is a term, a constant term. We don't know what is it. അത് നമുക്ക് കണ്ടുപിടിക്കണം. So x is equal to a e raised to alpha t be the possible solution for this differential equation. Now from that I can write dx by dt, that is a e raised to alpha t നെ derive ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? a alpha e raised to alpha t അല്ലേ? that is e raised to ax, that is a e raised to ax. അതേപോലെ തന്നെ a alpha e raised to alpha t. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സോറി സെക്കൻഡ് ഓർഡർ വാല്യൂവിന് എടുക്കുമ്പോൾ എന്താണ്? d square x by dt square is equal to a alpha square e raised to alpha t. അപ്പോൾ നമുക്കിവിടെ x ഉണ്ട്, dx by dt ഉണ്ട്, d square x by dt square ഉണ്ട്. So from these three terms I can substitute all these values in this equation 3. So I will get an equation related to alpha. Clear? So in the next step, now substituting the above equations in equation 3, that is alpha square a e raised to alpha t, അതായത് നമ്മുടെ d square x by dt square ന് പകരം ആ ടേം alpha square a e raised to alpha t plus 2k into dx by dt ക്ക് പകരം alpha a e raised to alpha t plus omega 0 square x ന് പകരം a e raised to alpha t is equal to 0. Clear? ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാ? a e raised to alpha t അല്ലേ? അത് എല്ലാത്തിലും ഉണ്ട്. So taking the common factor outside, I can write alpha square plus 2k alpha plus omega 0 square a e raised to alpha t, that is equal to 0. നമുക്ക് a e raised to alpha t ആരാണ്? We already assumed a solution as x is equal to a e raised to alpha t. So this a e raised to alpha t cannot be equal to 0 because that is our solution.
x ന് കൊടുത്തിരിക്കുന്ന വാല്യൂ പോസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അസ്യൂം ചെയ്തേക്കുന്ന വാല്യൂ ആണ് a raised to alpha t. So it cannot be equal to 0. Then which term can be equal to 0? That is alpha square plus 2k alpha plus omega 0 square. അതിനെ എനിക്ക് 0 ആക്കാം അല്ലേ? കാരണം ഇത് പ്രോഡക്റ്റ് റൂളിലാണ് കിടക്കുന്നത്. ഇത്രയും ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഇൻറ്റു a raised to alpha t that is equal to 0. അപ്പോൾ ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ടേം ഏതാണ് 0 ആവാൻ? ഈ പോളിനോമിയൽ ഇക്വേഷൻ ആണ് അല്ലേ? ആൽഫ സ്ക്വയർ 2k ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ. മറ്റേ ടേം സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് അതെനിക്ക് ഒരിക്കലും 0 ആയിട്ട് എഴുതാൻ പറ്റില്ല. സോ ആസ് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് x സ്ക്വയർ പ്ലസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c is equal to 0 എന്നുള്ള ഫോമിലായതുകൊണ്ട് how can I write or how can I solve this equation? That is minus b plus or minus root of b square minus 4ac by 2a. ഈ ഒരു ഇക്വേഷൻ്റെ പ്രോസസ്സിൽ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ അതിനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1, x എന്ന് പറയുന്നത് ആൽഫയാണ് അല്ലേ? പിന്നെ b എന്ന് പറയുന്നത് 2k, c എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒമേഗ 0 സ്ക്വയർ. So on substituting those terms in this equation, you will get the value for alpha. Okay, so I got here it as alpha is equal to minus 2k plus or minus root of 4k square minus 4 omega 0 square by 2, and alpha is equal to minus 2k plus or minus idina 4 4 രണ്ട് ടേംസിലും ഉണ്ട്. So it is inside the root, so I can take it outside. That is 2 into root of k square minus omega 0 square divided by 2. അപ്പോൾ 2 എല്ലാ ടേംസിലും ഉള്ളതുകൊണ്ട് they get cancelled out. So I get alpha 1 is equal to minus k plus root of k square minus omega 0 square, and alpha 2 is equal to minus k minus root of k square minus omega 0 square. Therefore the solutions are x1 is equal to a1 e raised to alpha t. a e raised to alpha t എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? So as this is a second order differential equation, I got two solutions or two values for alpha, that is alpha 1 and alpha 2, positive value and negative value. So the solution can be x1 is equal to a1 e raised to alpha 1t, x2 is equal to a2 e raised to alpha 2t.